ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2024 പുറത്തിറങ്ങിയ ചാൽ ചിത്ര എന്ന ബംഗാളി സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്നത് പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവർ ജോലി കഴിഞ്ഞ് ബസ്സിൽ പോവാണ്. രാത്രി ഒരു 8-9 മണി ആയിട്ടുണ്ടാവും. കൊൽക്കത്തയിലെ ട്രാം ഉണ്ടല്ലോ, അതിലാണ് പോകുന്നത്. ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവർ ഇരിക്കുകയാണ്. അവരുടെ പിൻ സീറ്റിലിരുന്ന ഒരാൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾ ഹെഡ്ഫോണും വെച്ചിട്ടുണ്ട്, മുഖം തുണി കൊണ്ട് മറച്ചിട്ടുമുണ്ട്, തലയിൽ ഒരു തൊപ്പിയുമുണ്ട്. അയാൾ ആ പെൺകുട്ടിയെ ഉറ്റുനോക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഫോണിൽ പറയുന്നുണ്ട്, രാത്രി അമ്മ വീട്ടിൽ നിന്ന് പുറത്തു പോവും, ഞാൻ തനിച്ചായിരിക്കും എന്നൊക്കെ. വീട്ടിലെത്തിയിട്ട് ബാക്കി സംസാരിക്കുക എന്നും പറഞ്ഞ് അവർ ട്രാമിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്നു. ഒരു ഇരുണ്ട വഴിയാണ്. അവർ നടക്കുകയാണ്, പക്ഷെ തനിക്ക് പിന്നാലെ ആരോ പിന്തുടരുന്നത് പോലെ അവർക്ക് തോന്നുന്നു. അവർ ഭയപ്പെടുന്നുണ്ട് വല്ലാതെ. കുറച്ച് വേഗത്തിൽ നടക്കാനും തുടങ്ങുന്നുണ്ട്. ചുറ്റും ആരുമില്ല. ഒടുവിൽ വീട്ടിലെത്തി. വീടിന്റെ വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. താക്കോൽ എവിടെയാണെന്ന് അവർ തിരയുന്നുണ്ടെങ്കിലും ഭാഗ്യത്തിന് ആ പെൺകുട്ടിയുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നു. അവർ വാതിൽ തുറക്കുന്നു. നീ എന്തിനാണ് ഇത്ര പരിഭ്രമിക്കുന്നത്? നീ വന്നിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞതല്ലേ, എന്തിനാണ് താക്കോൽ തിരഞ്ഞത് എന്നമ്മ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലമ്മേ, ഞാൻ കുറച്ച് പേടിച്ചു പോയി എന്ന് ആ പെൺകുട്ടി പറയുന്നു. അമ്മ പറയുന്നുണ്ട്, നിനക്കായി ഞാൻ ഒരു മധുരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് സുരക്ഷിതമായി വീട്ടിലിരുന്നു. ആ പെൺകുട്ടി മധുരം കഴിച്ചുകൊണ്ട് അമ്മ നോക്കി പോവൂ എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോവാനായി വാതിൽ തുറക്കാണ്. അമ്മ പോയ തക്ക നോക്കി ഈ പെൺകുട്ടിയെ പിന്തുടർന്നു വന്ന ആ അജ്ഞാതൻ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവൻ ആ പെൺകുട്ടിയുടെ പിന്നിൽ വന്ന് നിൽക്കുകയാണ്. പെൺകുട്ടി തിരിഞ്ഞു നോക്കുന്നതും അവൻ ആഞ്ഞടിക്കുന്നതും അവിടെ സീൻ കട്ടാവുന്നു. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയായ ഇൻസ്പെക്ടർ കനിഷ്ക ചാറ്റർജിയെ കാണിക്കുന്നത്. അദ്ദേഹം രാത്രി ഭാര്യയോടൊപ്പം ഉറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നുണ്ട്. കൊൽക്കത്തയിൽ ഇങ്ങനെ ഭയങ്കരമായ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന വിവരം അദ്ദേഹത്തിന് കിട്ടുന്നു. ഉടനെ രാത്രി തന്നെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ അടുത്തെടുക്കുന്ന ഭാര്യ ചോദിക്കുന്നുണ്ട്, രാവിലെ എങ്കിലും വീട്ടിൽ വരുമോ, അതോ ജോലിയും കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുമോ എന്ന്. അദ്ദേഹം ഒന്നും പറയാതെ ലൈറ്റ് ഓഫ് ചെയ്ത് പോവാണ്. ഇതിൽ നിന്ന് കനിഷ്ക ചാറ്റർജിയും ഭാര്യയും ദാമ്പത്യ ജീവിതത്തിൽ അത്ര സന്തോഷത്തിലല്ല എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മുടെ ഹീറോ ആ ലൊക്കേഷനിൽ എത്തുകയാണ്. അയൽവക്കത്തുള്ളവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നോക്കി നിൽക്കുകയാണ്. ഹീറോ വന്നപ്പോൾ റിതേഷ് കുമാർ എന്നൊരു പയ്യൻ നമ്മുടെ സെക്കൻഡ് ഹീറോ പോലെയാണ് ഈ സിനിമയിൽ. ഡിപ്പാർട്ട്മെന്റിൽ പുതിയതായി ചേർന്നതാണ്. ഹീറോയുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലും ഉണ്ട്. ഹീറോയെ അടുത്ത് തടഞ്ഞു നിർത്തി പറയാണ്, സാർ, ഉള്ളിൽ വളരെ ഭീകരമായ കോലത്തിലാണ് ആ കൊല്ലപ്പെട്ട പെൺകുട്ടി കിടക്കുന്നത്. താങ്കൾക്കത് കാണണോ അതോ ഒന്ന് ആലോചിച്ച് നോക്ക്, അതും ഈ രാത്രി സമയത്ത്. ഹീറോ റിതേഷ് കുമാറിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടാ, നിനക്ക് മുന്നേ ഈ ജോലിക്ക് വന്നവനാണ് ഞാൻ, എനിക്കറിയാമെന്ന് പറഞ്ഞ് ആ വീടിനുള്ളിലേക്ക് കയറാണ്. ആ വീട് മുഴുവൻ അലങ്കോലമായി കിടക്കാണ്. ഹീറോയും റിതേഷ് കുമാറും ആ വീട് ചുറ്റി കാണുന്നു. അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ മുറിയിലേക്ക് പോകുന്നത്. അവിടെയാണ് ആ ഭയങ്കരമായ കാഴ്ച അദ്ദേഹം കാണുന്നത്. ഒരു ഫോട്ടോ ഫ്രെയിം ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ആ അജ്ഞാതൻ ആ പെൺകുട്ടിയെ കൊന്ന് മണവാട്ടിയുടെ വേഷം ധരിപ്പിച്ച് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നു. അത് കണ്ടതും നമ്മുടെ ഹീറോയ്ക്ക് തന്നെ പഴയ ഓർമ്മകൾ വരുന്നു. 12 വർഷം മുമ്പ് ഹീറോ ഇങ്ങനെ ഒരു കേസ് ഹാൻഡിൽ ചെയ്തിരുന്നു. ആ കേസിന്റെ ഓർമ്മകൾ വന്നതോടെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിയാതെ വരുന്നു. അദ്ദേഹം അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി വീട്ടിൽ തനിച്ചായിരുന്നോ? അതെന്നാണ് മറുപടി. ഈ കുട്ടിക്ക് ബോയ് ഫ്രണ്ടോ എക്സ് ബോയ് ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുക. ഫോറൻസിക്കിന് വേഗം വരാൻ പറയും, ഫോട്ടോസ് എടുക്കാൻ പറയും. ഈ ഏരിയയിൽ CCTV ക്യാമറ ഇല്ലേ? ഈ പെൺകുട്ടി എന്തോ മധുരം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം നടന്നതെന്ന് തോന്നുന്നു എന്നും അവർ പറയുന്നുണ്ട്. ഈ സംഭവം കൊൽക്കത്ത മുഴുവൻ കാട്ടുതീ പോലെ പടരുന്നു. അതേസമയം ഹീറോയുടെ ടീമിൽ 4 പേരുണ്ട്. ഒന്ന് ഈ റിതേഷ് കുമാർ, മറ്റൊന്ന് നസീർ ഭായ് എന്ന പ്രായമായ അങ്കിൾ, പിന്നെ പുട്ടുൽ എന്നൊരു പയ്യൻ. ഇവിടെ 4 പേരുമാണ് ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. ഇപ്പൊ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് 6 മാസം മുൻപേ ഒരു പയ്യനുമായി വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏതോ ഒരു കാരണത്താൽ ആ വിവാഹം അവിടെ നിർത്തി. അതല്ലാതെ അവർക്ക് ബോയ് ഫ്രണ്ടോ എക്സ് ബോയ് ഫ്രണ്ടോ ആരുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഹീറോയുടെ ടീമിലുള്ള നസീർ ഭായ് ഹീറോയോട് പറയുന്നുണ്ട്, താൻ ആ പെൺകുട്ടിയുടെ അമ്മയെ കണ്ടു സംസാരിച്ചെന്നും അവർക്ക് ആകെ ഒരു മകളേ ഉള്ളൂ എന്നും അവരെ ഇങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് അറിയില്ലെന്നും പറഞ്ഞ് വിഷമിക്കുന്നു. അപ്പോഴാണ് ഹീറോ ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ഈ കൊലപാതക രീതി ഷാൽ ചിത്ര പാറ്റേൺ എന്നാണ് പറയുന്നത്. ഷാൽ ചിത്ര പാറ്റേൺ എന്നാൽ കൊൽക്കത്തയിലെ ദുർഗാദേവിയുടെ വിഗ്രഹങ്ങൾ അമ്പലത്തിനുള്ളിൽ എങ്ങനെയാണോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതേ രീതിയിലാണ് ഈ അജ്ഞാതൻ ഈ പെൺകുട്ടിയെ കൊന്ന് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നത്. ഇതും പറഞ്ഞിട്ട് ഹീറോ പറയുന്നു, നമ്മൾ കരുതുന്നതിലും അപകടകാരിയാണ് കുറ്റവാളി, വേഗം അവനെ പിടിക്കണം. അപ്പോൾ നസീർ ഭായ് ചോദിക്കുന്നുണ്ട്, സാർ, ഷാൽ ചിത്ര പാറ്റേണിലോ വീണ്ടും ഈ സംഭവങ്ങൾ നടക്കുകയാണോ? സാറിന് ഈ കേസ് കൈകാര്യം ചെയ്യാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം 12 വർഷം മുമ്പ് ഹീറോ ഇതേ ഷാൽ ചിത്ര പാറ്റേണിൽ നടന്ന ഒരു സീരിയൽ കൊലപാതകം അന്വേഷിക്കുകയും അതിൽ ഒരാളെ പിടികൂടുകയും ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം മാനസികമായി തകർന്നിരുന്നു. ഇപ്പോൾ വീണ്ടും അതേ പാറ്റേണിൽ ഈ പെൺകുട്ടി മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് സംശയങ്ങൾ വരുന്നു. ഈ ടെൻഷനോടെ ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം രാത്രി വരുന്നതിനെ ചൊല്ലി വഴക്കിടുകയാണ്. നിങ്ങൾക്ക് ജോലിയല്ലേ വലുത് എന്ന് ചോദിക്കുമ്പോൾ 1000 പ്രശ്നത്തിലാണ് ഞാൻ, എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് പൊക്കൂടെ, എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ന് അദ്ദേഹം ദേഷ്യപ്പെടുന്നു. മറ്റൊരു വശത്ത് റിതേഷ് കുമാറിനെ കാണിക്കുന്നു. അയാൾ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ അവളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വിചിത്രമായ കേസിനെ പറ്റി തന്റെ കാമുകിയോട് റിതേഷ് കുമാർ പറയുന്നത്.
ഹൃദേശ് കുമാറിന് ഹീറോയുടെ ടീമിൽ ഒരു സ്ഥിര അംഗമാവണം, അതിന് ഹീറോയെ ഇംപ്രസ് ചെയ്യണം, തന്റെ കഴിവ് തെളിയിക്കണം എന്നൊക്കെ കാമുകിയോട് പറയുന്നു. അപ്പോൾ കാമുകിയുടെ അച്ഛനും അമ്മയും വാതിൽ മുട്ടുന്നുണ്ട്. അളിയനോട് വേഗം വന്ന് ഭക്ഷണം കഴിക്കാൻ പറ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രണയം വീട്ടുകാർക്ക് അറിയാമെന്നും ഉടൻ വിവാഹം കഴിക്കാൻ ഇരിക്കുകയാണെന്നും മനസ്സിലാവുന്നു. കട്ട് ചെയ്യുമ്പോൾ നസീർ ഭായിയെ കാണിക്കുന്നു. അദ്ദേഹം വീട്ടിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ചൈൽഡ് ഉണ്ട്. അദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ ഒരു വേലക്കാരിയെ വെച്ചിട്ടാണ് ആ കുട്ടിയെ നോക്കുന്നത്. ഇന്ന് രാത്രി വീട്ടിൽ വരാൻ വൈകിയതുകൊണ്ട് ആ വേലക്കാരി ദേഷ്യപ്പെടുന്നു. 6 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് 10 മണിക്ക് വന്നാൽ എങ്ങനെയാണ്? നിങ്ങളുടെ മകൾ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞ് പോവാണ്. അദ്ദേഹം തന്നെ മകളുടെ അടുത്ത് വന്ന് സ്നേഹത്തോടെ അച്ഛൻ വന്നല്ലോ, വാ നിനക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നു. മകൾ പറയുന്നുണ്ട്, അച്ഛ ഇനി എന്നെ തനിച്ച് വിട്ടു പോവല്ലേ, അവരെന്നെ ശരിക്കും നോക്കുന്നില്ല, അച്ഛൻ എപ്പോഴും എൻ്റെ കൂടെ വേണം, എനിക്ക് സ്നേഹത്തോടെ അച്ഛൻ കൂടെ ഉണ്ടാവുന്നതാണ് സന്തോഷം. അദ്ദേഹം പറയുന്നുണ്ട്, ഇനി 6 മാസത്തിനുള്ളിൽ അച്ഛന് റിട്ടയർമെന്റ് ആകും, അതിനുശേഷം അച്ഛൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഹീറോയുടെ ടീമിലെ 4ാമത്തെ ആളായ പുട്ടുൽ ഒരു വേശ്യാലം പോലെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ സരോജ എന്നൊരു സ്ത്രീയുണ്ട്. അവരുമായി അവൻ അടുപ്പമുണ്ട്. അവളെ അവൻ പ്രണയിക്കുന്നുമുണ്ട്. ഇങ്ങനെ ഒരു സമയത്താണ് ആദ്യം മരിച്ച പെൺകുട്ടിയുമായി 6 മാസം മുമ്പ് വിവാഹം നിശ്ചയിച്ചിരുന്ന ആ പയ്യനെ ഹീറോ ചോദ്യം ചെയ്യുന്നത്. സത്യം പറ, നീയാണോ ആ പെൺകുട്ടിയെ കൊന്നത്? നീ ഒരുപാട് സ്വപ്നങ്ങളോടെ വിവാഹത്തിനായി കാത്തിരുന്നു, പക്ഷെ അവസാനം ആ പെൺകുട്ടി നിന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വന്ന് കൊന്നതല്ലേ? ഇപ്പൊ സംഭവിച്ചാൽ കുറഞ്ഞ ശിക്ഷ വാങ്ങിത്തരാം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ ആ പയ്യൻ, സാർ എനിക്കൊന്നും അറിയില്ല, അന്ന് രാത്രി ഞാൻ വേറെ സ്ഥലത്തായിരുന്നു, അതിന്റെ ടിക്കറ്റ് വരെ എൻ്റെ കയ്യിലുണ്ട് എന്ന് വാദിക്കുന്നു. അപ്പോഴാണ് പോലീസിന് ഒരു ഫോൺ കോൾ വരുന്നത്. ആ പെൺകുട്ടി മരിച്ച അതേ രീതിയിൽ മറ്റൊരു സംഭവം കൂടി നടന്നിരിക്കുന്നു. അവരുടനെ തന്നെ ആ പയ്യനെ അവിടെ വിട്ടിട്ട് വേഗത്തിൽ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അവിടെയും ഒരു പെൺകുട്ടിയെ പട്ടുസാരി ഉടുപ്പിച്ച് മണവാട്ടിയാക്കി ഫോട്ടോ ഫ്രെയിം പോലെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഇത് വീണ്ടും കണ്ട ഹീറോയ്ക്ക് 12 വർഷം മുമ്പ് താൻ കൈകാര്യം ചെയ്ത കേസിന്റെ ഓർമ്മകൾ അധികമായി വന്ന് അദ്ദേഹം ആകെ അസ്വസ്ഥനായി മയങ്ങി വീഴുന്നു. അരികിലുള്ള നസീർ ഭായ് ഹീറോയെ താങ്ങിപ്പിടിച്ച്, നിങ്ങൾ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്, ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറയുന്നു. അതനുസരിച്ച് ഹീറോ ആ മയക്കത്തോടെ വീട്ടിലേക്ക് വരുന്നു. ഹീറോയുടെ അവസ്ഥ കണ്ട് ഭാര്യ പേടിക്കുന്നുണ്ട്. എന്ത് വഴക്കുണ്ടെങ്കിലും അവർ മരുന്ന് കൊണ്ടുവന്ന് ഹീറോയ്ക്ക് കൊടുക്കുകയും ആ രാത്രി ഭാര്യ ഹീറോയെ സ്നേഹത്തോടെ പരിചരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഹീറോയുടെ ടീമിലുള്ള റിതേഷിനും പുട്ടുലിനും സംശയം. എന്തിനാണ് ഇൻസ്പെക്ടർ ഇങ്ങനെ പെരുമാറുന്നത്? എന്തിനാണ് അദ്ദേഹം ഭയപ്പെടുന്നത്? 12 വർഷം മുമ്പ് അദ്ദേഹം എന്ത് കേസാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്? അപ്പോൾ നസീർ ഭായ് പറയുന്നു, കൃത്യം 2012 ഇതേപോലൊരു തുടർച്ചയായി പെൺകുട്ടികളെ കാണാതായിരുന്നു. അവരെല്ലാവരും പലയിടങ്ങളിലായി ഫോട്ടോ ഫ്രെയിം പോലെ മണവാട്ടിയുടെ വേഷത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആ കേസ് നമ്മുടെ സാറാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അത് അദ്ദേഹത്തെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കി. ആദ്യം ഇതിനെല്ലാം കാരണം ഒരു അധ്യാപകനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. എന്നാൽ പിന്നീട് ആ അധ്യാപകനല്ല, താനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞ് യഥാർത്ഥ സൈക്കോ വന്ന് കീഴടങ്ങി. ഇപ്പോൾ 12 വർഷത്തിന് ശേഷം അതേ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ ഹൃദേശ് ചോദിക്കുന്നുണ്ട്, 12 വർഷം മുമ്പ് ആ സൈക്കോയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? അവനെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലാക്കി. അവൻ മാനസികമായി തകർന്നവനാണെന്ന് പറഞ്ഞു. ഇപ്പോഴും അവൻ ആ മെന്റൽ ഹോസ്പിറ്റലിലുണ്ട് എന്ന് നസീർ ഭായ് പറയുന്നു. അപ്പോൾ 12 വർഷം മുമ്പ് നടന്ന സംഭവത്തെ കോപ്പി ക്യാറ്റ് ചെയ്ത് മറ്റൊരാൾ ഇപ്പോൾ കൊലപാതകങ്ങൾ ചെയ്യുകയാണല്ലേ എന്ന് ഹൃദേശ് പറയുന്നു. നസീർ ഭായ്, എനിക്ക് റിട്ടയർ ആകാൻ ഇനി 6 മാസമേ ഉള്ളൂ, അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഈ കുറ്റവാളിയെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. അടുത്ത ദിവസം മൂവരും ഹീറോയുടെ ഓഫീസിൽ വരുന്നു. 2ാമത് മരിച്ച പെൺകുട്ടിയെക്കുറിച്ച് ഹീറോ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരും അവിവാഹിതയാണ്, വീട്ടിൽ തനിച്ചാണ് താമസം, മാതാപിതാക്കൾ നാട്ടിലാണ്. എന്നാൽ ഹീറോയ്ക്ക് എന്തോ ഒന്ന് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അവനോട് സഹായം ചോദിച്ചാലോ എന്ന് നസീർ ഭായിയോട് ചോദിക്കുന്നു. ആരോടാണ് സാർ? ആ മെന്റൽ ഹോസ്പിറ്റലിൽ ഉള്ളവനില്ലേ, 12 വർഷം മുമ്പ് ഇതേ പാറ്റേണിൽ കൊലപാതകം നടത്തിയ ആ സൈക്കോയോട്. അവനോട് സഹായം ചോദിക്കാം, അവൻ നിങ്ങളെ സഹായിക്കോ? പോയി നോക്കാം. അങ്ങനെ ഹീറോ റിതേഷിനെയും കൂട്ടിക്കൊണ്ട് ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവിടെ മാനസികമായ തകരാറിലായ ഒരുപാട് പേരുണ്ട്. ഹീറോ റിതേഷിനോട് പറയുന്നുണ്ട്, ആരുടെയും കണ്ണിൽ നോക്കരുത്, തല കുനിച്ച് വന്നിരിക്കും. നമ്മൾ സംസാരിക്കാൻ പോകുന്നവൻ നമ്മളെ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം, അതുകൊണ്ട് അവന്റെ കണ്ണിൽ മാത്രം നോക്കാതെ സംസാരിക്കണം. കുറച്ച് സമയത്തിനുള്ളിൽ 12 വർഷം മുമ്പ് കൊലപാതകങ്ങൾ നടത്തിയ ആ സൈക്കോ അങ്ങോട്ടേക്ക് വരുന്നു. എന്താ കനിഷ്ക സാർ, എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുന്നു. കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് ഹീറോ പറയുന്നുണ്ട്. എന്തിനാണ് സാർ കള്ളം പറയുന്നത്? എല്ലാ ദിവസവും സ്വപ്നത്തിൽ എന്നെയല്ലേ സാറ് കാണുന്നത് എന്നാ സൈക്കോ പെരുമാറുന്നു. ഹീറോ വന്ന കാര്യം പറയാൻ തുടങ്ങുമ്പോൾ സൈക്കോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും എന്നോട് ചോദിക്കാം, 2 ബിരിയാണി ഓർഡർ ചെയ്യ്, കഴിച്ചുകൊണ്ട് സംസാരിക്കാം. ഉടൻ അടുത്തുള്ള റിതേഷ് തൻ്റെ കയ്യിലുള്ള ഒരു സിഗരറ്റ് എടുത്ത് ആ സൈക്കോയ്ക്ക് കൊടുത്ത് കോംപ്രമൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഹീറോ ആ ഫോട്ടോസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഓ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത അതേ പാറ്റേണിൽ ഇപ്പോൾ മറ്റൊരാൾ ചെയ്യുന്നുണ്ടല്ലേ. ഇതാണ് സാർ ഞാൻ ഉണ്ടാക്കിയ ലെഗസി. ഇതിനെ കോപ്പി ക്യാറ്റ് എന്ന് പറയരുത്. വിവരമില്ലാത്തവനാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇതിന്റെ പേരാണ് ഇൻസ്പിറേഷൻ എന്നവൻ പറയുന്നു. ഇതിൽ നിന്ന് ഹീറോയ്ക്ക് ഒരു സൂചന കിട്ടുന്നുണ്ട്. ഒരു ബിരിയാണി കടയിൽ വന്ന് റിതേഷിനൊപ്പം ബിരിയാണി കഴിച്ചുകൊണ്ട് ഹീറോ പറയുന്നുണ്ട്, അവൻ പറഞ്ഞതിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നവൻ എന്തോ ഒന്നിനെ അഡാപ്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ അവൻ ആരാണെന്ന് മാത്രമാണ് തിരഞ്ഞത്. എന്തിനാണ് അവൻ ഇത് ചെയ്യുന്നതെന്ന് തിരക്കിയില്ല. ആ കാരണം നമ്മൾ കണ്ടെത്തിയാൽ നമ്മളെ അവൻ തേടി വരും. ഇപ്പോൾ തൻ്റെ കൂടെയുള്ള ടീം അംഗങ്ങൾക്ക് അദ്ദേഹം മധുരം വാങ്ങിക്കൊടുക്കുന്നു. എല്ലാവരും മധുരം കഴിക്കുമ്പോൾ അദ്ദേഹം ടീമിനോട് പറയുന്നുണ്ട്, മരിച്ച 2 പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ അവർക്ക് ചില സാമ്യതകളുണ്ട്.
ഒന്ന്, അവർ രണ്ടുപേരും വീട്ടിൽ തനിച്ചായിരുന്നു. രണ്ട്, അവരെ രണ്ടുപേരെയും അവൻ മണവാട്ടിയുടെ വേഷത്തിലാണ് കൊന്നിരിക്കുന്നത്. അതിലൊരു സിമിലാരിറ്റി ഉണ്ട്. മരിച്ച 2 പെൺകുട്ടികൾക്കും കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വിവാഹം വരെ എത്തിയിട്ട് ആ വിവാഹം മുടങ്ങിപ്പോയിരുന്നു. ആ 2 പെൺകുട്ടികളും തനിച്ചാണ് താമസിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ആരുടെയൊക്കെ വിവാഹമാണോ മുടങ്ങുന്നത് അവരെയാണ് അവൻ ലക്ഷ്യമിടുന്നത്. ഉടൻ ഹീറോ പറയുന്നുണ്ട്, അടുത്തുള്ള എല്ലാ കല്യാണ മണ്ഡപങ്ങളിലും പോയി കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ആരുടെയൊക്കെ വിവാഹം മുടങ്ങിയിട്ടുണ്ട് എന്ന വിവരം ശേഖരിച്ചു വാ. ആ അന്വേഷണത്തിനിടയിൽ ഓരോരുത്തരുടെയും ജീവിതം കാണിക്കുന്നു. നസീർ ഭായ് തന്റെ മകളോട് ഇനി 2 മാസത്തിനുള്ളിൽ എനിക്ക് റിട്ടയർമെന്റ് ആകും, അതിനുശേഷം ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നു. പുട്ടുൽ താൻ പ്രണയിക്കുന്ന ആ സ്ത്രീയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവരത് നിരസിക്കുന്നതുകൊണ്ട് അവൻ മാനസികമായി തകരുന്നു. ഏറ്റവും പ്രധാനമായി ഹീറോയുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുന്നു. ഒരുപാട് നാളായി കുട്ടികളില്ലാതിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന വിവരം അദ്ദേഹം അറിയുന്നു. ഒരു റെസ്റ്റോറന്റിൽ വെച്ച് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയാണ് ഈ വിവരം പറയുന്നത്. അദ്ദേഹം അവിടെ ഒരുപാട് സന്തോഷിക്കുമെന്ന് കരുതിയാൽ വളരെ സാധാരണമായി അദ്ദേഹം പറയുന്നുണ്ട്, ഈ കുട്ടിയെ വേണോ വേണ്ടയോ എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. നിനക്ക് വേണ്ടെന്ന് തോന്നിയാൽ അബോർട്ട് ചെയ്തോളൂ. അതിനുശേഷം ഞാൻ കൂടെയില്ല, നീ എന്നെ നോക്കിയില്ല എന്നൊന്നും പറയരുത്. ഈ വിവരം പറഞ്ഞിട്ട് പോലും ഭർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ഹീറോയുടെ ഭാര്യയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നു. ഈ സമയത്താണ് ഹീറോ ആവശ്യപ്പെട്ട വിവരങ്ങൾ ടീമിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 47 വിവാഹങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. അതിൽ ചിലത് കുടുംബത്തിലെ മുതിർന്നവർ മരിച്ചതുകൊണ്ട് നിർത്തിയതാണ്. ചിലയിടങ്ങളിൽ വരൻ മരിച്ചതുകൊണ്ട് വിവാഹം നിന്നു. ചിലർ വിദേശത്ത് പോകുന്നതിനെ ചൊല്ലി വഴക്കിട്ട് വിവാഹം നിർത്തി. എന്നാൽ അതിൽ 9 പെൺകുട്ടികൾ മാത്രമാണ് വിവാഹ മണ്ഡപം വരെ വന്നിട്ട് എനിക്ക് ഈ പയ്യന് ഇഷ്ടമല്ല എന്ന് സ്വയം പറഞ്ഞ് വിവാഹം നിർത്തിയത് എന്ന് നിർദ്ദേശ് പറയുന്നു. ആ 9 പെൺകുട്ടികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ മരിച്ച 2 പെൺകുട്ടികളും ആ ലിസ്റ്റിലുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള പെൺകുട്ടികളെയാണ് അവൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇതിലൂടെ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നയാൾ മാനസികമായി അസ്വസ്ഥനായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ലിസ്റ്റിലുള്ള ബാക്കി 7 പെൺകുട്ടികൾക്കും നമ്മൾ സംരക്ഷണം നൽകണം. ഇനി മുതൽ രാവും പകലും നോക്കാതെ നമ്മൾ ആ 7 പെൺകുട്ടികളെയും പിന്തുടരണം. അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. സംശയാസ്പദമായ ആരെങ്കിലും അവരെ പിന്തുടർന്നാൽ അവനെ പിടിക്കണം. അവൻ തന്നെയായിരിക്കും കുറ്റവാളി എന്ന് ഹീറോ തീരുമാനിക്കുന്നു. അങ്ങനെ ഓരോ പെൺകുട്ടിയുടെ പിന്നാലെയും ഹീറോയുടെ ടീമിലെ ഓരോരുത്തരും പോകുന്നു. അങ്ങനെ നസീർ ഭായ് തന്റെ കാറിൽ ഒരു പെൺകുട്ടിയെ പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ഫോൺ ചെയ്യാണ്. അച്ഛാ, എപ്പോഴാ വരിക? വേലക്കാരി നേരത്തെ പോയി. 24 മണിക്കൂറും എന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞതല്ലേ, എപ്പോഴാ വരിക എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛന് ഇനി 1 മാസത്തിനുള്ളിൽ റിട്ടയർമെന്റ് അല്ലേ, അതിനുശേഷം അച്ഛൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, ദാ വരുന്നു എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നസീർ ഭായ് പിന്തുടരുന്ന പെൺകുട്ടിയുടെ പിന്നാലെ തൊപ്പി വെച്ച് മുഖം മറച്ച ഒരാൾ പിന്തുടരുന്നത് അദ്ദേഹം കാണുന്നത്. മകളോട് സംസാരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ആ പെൺകുട്ടിയുടെ പിന്നാലെ ഓടുന്നു. ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടി അവരുടെ വീട്ടിലേക്ക് കയറി പോവാണ്. ഇപ്പോൾ നസീർ ഭായിക്ക് ഭയം തോന്നുന്നുണ്ട്. ഉടൻ അദ്ദേഹം ടീമിലുള്ള ഹൃദേശിനെ കോൾ ചെയ്യുന്നു. ഹൃദേശ് ഫോൺ എടുക്കുന്നില്ല. അവൻ കാമുകിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുട്ടുലിനെ വിളിച്ചപ്പോൾ അവൻ ഉറങ്ങുകയാണ്. ഹീറോയെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അദ്ദേഹം പതുക്കെ മുകളിലേക്ക് വന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ ആ പെൺകുട്ടിയെ കൊന്ന് ആരോ വലിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നു. അതിൽ ഞെട്ടി നിൽക്കുമ്പോൾ നസീർ ഭായിയുടെ ഫോൺ റിങ് ചെയ്യാണ്. അപ്പോൾ പിന്നിൽ നിന്ന് ആ അജ്ഞാതൻ വന്ന് നസീർ ഭായിയെ കൊലപ്പെടുത്തുന്നു. ഫോൺ താഴെ വീഴാണ്. അടുത്ത ദിവസം രാവിലെ ഹീറോ ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. നസീർ ഭായിയുടെ ഫോൺ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പതുക്കെ മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ നസീർ ഭായ് മരിച്ചു കിടക്കുന്നു. അത് മാത്രമല്ല, 3ാമതൊരു പെൺകുട്ടിയും അതേ പാറ്റേണിൽ മണവാട്ടിയുടെ വേഷത്തിൽ ഫോട്ടോ ഫ്രെയിം പോലെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നു. ഇത് ഹീറോയ്ക്ക് വലിയ ഷോക്കാവുന്നു. ഇനി 1 മാസത്തിനുള്ളിൽ റിട്ടയർ ആകേണ്ട ആളാണ്. അദ്ദേഹത്തെ ആശ്രയിച്ച് ഒരു സ്പെഷ്യൽ ചൈൽഡ് കൂടിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പോയല്ലോ, അദ്ദേഹം തീർച്ചയായും പോരാടാതെ കീഴടങ്ങിയിട്ടുണ്ടാവില്ല, അവനുമായി ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പ്രായമായതുകൊണ്ട് അവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ ഹീറോ അവിടെ നിന്ന് കരയാണ്. ഇപ്പോൾ ഹീറോയുടെ ഏറ്റവും വലിയ ദൗത്യം നസീർ ഭായിയുടെ മകളെ അടുത്ത് ചെന്ന് നിന്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറയുന്നതാണ്. അവിടെ അനക്കമില്ലാതെ ഇരിക്കുന്ന ആ മകളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എപ്പോൾ വരും? എപ്പോഴും കൂടെ ഉണ്ടായിരിക്കാമെന്ന് പറഞ്ഞതാണല്ലോ, റിട്ടയർമെന്റ് കൊടുത്തോ? അച്ഛൻ എപ്പോൾ വരും എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഹീറോ കണ്ണ് നിറഞ്ഞു പറയുന്നുണ്ട്, അച്ഛൻ ഇനി വരില്ല മോളെ, അച്ഛനൊരു കുറ്റവാളിയെ പിടിക്കാൻ പോയി വീരമൃത്യു വരിച്ചു. അത് കേട്ട് ആ മകൾക്ക് അത് താങ്ങാനാവുന്നില്ല. അവിടെ ഇരുന്ന് കരയാണ്. പക്ഷെ ആ കരച്ചിലിനിടയിലും അവൾ പറയുന്നുണ്ട്, സാരമില്ല, എൻ്റെ അച്ഛൻ നാടിന് നല്ലത് വരാനും മറ്റൊരു പെൺകുട്ടിയെ രക്ഷിക്കാനും അല്ലേ പോയത്, സാരല്ല, ഞാൻ തനിച്ചിരുന്നോളാം. ഇതെല്ലാം കേട്ട് ഹീറോ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. രാത്രി വീട്ടിൽ വന്ന് നസീർ ഭായിക്ക് സംഭവിച്ചതെല്ലാം ഭാര്യയോട് പറയുന്നു. അദ്ദേഹത്തിന്റെ മകളെ ഓർത്ത് ഹീറോ വീണ്ടും വിഷമിക്കുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോലീസുകാരുടെ ജീവിതം എപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. നാളെ നമുക്കൊരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്നതുകൊണ്ടാണ് ഞാൻ അന്ന് നിന്നോട് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നു. ഇത് കേട്ട് ഭാര്യ ഹീറോയെ കെട്ടിപ്പിടിക്കുന്നു. മറ്റൊരു വശത്ത് ഹൃദേശിനെ കാണിക്കുന്നു. ഹൃദേശ് തന്റെ ഭാവി അമ്മായിപ്പന്റെ വീട്ടിലിരിക്കുകയാണ്. അവന്റെ കാമുകിയുമായി ഉടൻ വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. അപ്പോഴാണ് ഹൃദേശിന്റെ ടീമിലുള്ള നസീർ ഭായ് മരിച്ച വിവരം കാമുകിയുടെ വീട്ടുകാർ അറിയുന്നത്. അവർ ഭയപ്പെടുന്നു. അവർ ഹൃദേശിനെ തനിച്ച് വിളിച്ച് പറയുന്നുണ്ട്, ഇത്രയും റിസ്ക്കുള്ള ജോലിയിൽ നീ തുടരണോ? നാളെ എൻ്റെ മകളുടെയും നിന്റെയും ജീവന് എന്താണ് ഗ്യാരണ്ടി? നീ ആ ജോലി ഉപേക്ഷിക്കേ, എൻ്റെ മകളെ വേഗം വിവാഹം കഴിച്ചോളൂ. എന്നാൽ ഹൃദേശ് പറയുന്നുണ്ട്, ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവും. എൻ്റെ സ്വപ്നവും ലക്ഷ്യവും എല്ലാം ഈ ജോലിയാണ്. അത് മനസ്സിലാക്കി നിങ്ങളുടെ മകൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സമാധാനമായി ജീവിക്കാൻ വിട്. ഇപ്പോൾ എല്ലാ പോലീസുകാരും ചേർന്ന് നസീർ ഭായിയുടെ മൃതദേഹം അടക്കം ചെയ്യുന്നു. ഹൃദേശ് മാനസിക ഉല്ലാസത്തിൽ ഒരിടത്ത് മദ്യപിക്കുകയാണ്. കൂടെ പുട്ടലുണ്ട്. രണ്ടുപേരും തമ്മിൽ വലിയ വാഗ്വാദം നടക്കുന്നു.
കാരണം നസീർ ഭായ് അന്ന് രാത്രി ഇവർ രണ്ടുപേരെയും വിളിച്ചിരുന്നു. പുട്ടിൽ ഉറങ്ങുകയായിരുന്നു. ഹൃദേശ് ആണെങ്കിൽ കാമുകിയുമായി സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് പോലും നീ കാമുകിയുമായി സംസാരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റാതെ പോയത് എന്ന് പുട്ടുൽ ദേഷ്യപ്പെടാണ്. ഇത് കേട്ട് ഹൃദേശിന് ദേഷ്യം വന്ന് അവിടെ എഴുന്നേറ്റ് നിന്ന് തന്റെ പോലീസ് ഡ്രസ്സ് കാണിച്ച് മദ്യലഹരിയിൽ ബഹളം വെക്കുന്നു. ഞാൻ കാരണമൊന്നുമല്ല, എന്തുകൊണ്ടാണ് നീ ഇൻസ്പെക്ടറോട് ഈ ചോദ്യം ചോദിക്കാത്തത്? പുതുതായി ജോലിക്ക് ചേർന്നവരോട് എന്നും ചോദിക്കാമെന്നോ എന്നൊക്കെ പറഞ്ഞ് ആട്ടമാടുന്നു. ഇത് ചുറ്റുമുള്ളവർ വീഡിയോ എടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആവുന്നു. ഹൃദേശിന് ആകെ മാനം പോകുന്നു. ടിവിയിലൊക്കെ കാണിച്ച ഹൃദേശിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഈ വിവരം ഹൃദേശിന്റെ കാമുകിയുടെ വീട്ടുകാരും കാണുന്നുണ്ട്. രാത്രി ഹൃദേശ് റോഡിലൂടെ നടക്കുമ്പോൾ കാമുകി വിളിക്കുന്നുണ്ട്. നീ ചെയ്തെല്ലാം TV കണ്ടു, നമ്മുടെ കല്യാണം കുറച്ച് നാളത്തേക്ക് അവർ നിർത്തിവെച്ചിരിക്കുകയാണ്, നീ ഒന്നും തെറ്റായി കരുതരുത്. അപ്പോൾ ഹൃദേശ് പറയുന്നുണ്ട്, എന്താ കുറച്ച് നാളത്തേക്ക് പൂർണ്ണമായി നിർത്തിയെന്ന് പറഞ്ഞാൽ പോരെ, വേറെ ചെക്കനെ നോക്കാൻ പോവാണെന്ന് പറ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഹൃദേശിന്റെ കാമുകിയുടെ വീട്ടിൽ പത്രക്കാർ വന്ന് നിങ്ങളുടെ മകളെ ഹൃദേശിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നു. എന്നാൽ കാമുകിയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ആ കല്യാണം നിന്നുപോയി, എൻ്റെ മകൾക്ക് തന്നെ ആ പയ്യനെ വേണ്ടെന്ന് പറഞ്ഞു, ഇനി എൻ്റെ മകളെ ശല്യം ചെയ്യരുത്, ഞങ്ങൾ കുറച്ച് നാൾ നാട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് അവർ പോവാണ്. അതേസമയം ആ കാമുകി വീട്ടിൽ തനിച്ചാണ്. ഇപ്പോൾ ഇവരുടെ വിവാഹം മുടങ്ങിയതുകൊണ്ട് അതും ഇവൾ തന്നെ നിർത്തിയെന്ന രീതിയിൽ വന്നതുകൊണ്ട് അന്ന് രാത്രി അവൾക്കൊരു ദുരനുഭവം ഉണ്ടാവുന്നു. വീട്ടിലെ കറന്റ് പോവാണ്. അപ്പോൾ ആ അജ്ഞാതൻ അവളെ തേടി വരുന്നു. പിന്നിലൊരു ഇരുമ്പ് ദണ്ടുമായി അവൻ നിൽക്കുകയാണ്. അവൻ അവളെ ആക്രമിക്കാൻ വരുമ്പോൾ അവൾ അലറുന്നു. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ ഹൃദേശ് വരുന്നുണ്ട്. അവിടെ വെച്ച് ആ അജ്ഞാതനുമായി വലിയൊരു ഫൈറ്റ് നടക്കുന്നു. ആ വ്യക്തിയുടെ മുഖം മറച്ച തുണി ഹൃദേശ് വലിച്ചു മാറ്റുകയും അവന്റെ മുഖം കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഹൃദേശ് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ റൂം കാണിക്കുന്നു. ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്ത ആ സൈക്കോ, ആ അജ്ഞാതൻ ഇപ്പോൾ ആ റൂമിൽ ഇരിക്കുകയാണ്. പുറത്ത് ഹൃദേശിനോട് നമ്മുടെ ഹീറോ എന്ന് പറയുന്നുണ്ട്, വെൽ മോനെ, നീ അവനെ പിടിച്ചല്ലോ, കൺഗ്രാറ്റുലേഷൻസ്, ഞാൻ വരുന്നവരെ അവനോട് എന്തെങ്കിലും ചോദിച്ചോ എന്ന് ഹീറോ ചോദിക്കുന്നു. ഹൃദേശ് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചോദിച്ചാലും അവൻ നിങ്ങളോട് മാത്രമേ സംസാരിക്കൂ, കനിഷ്ക സാറിനെ ഇങ്ങോട്ടേക്ക് വിളിക്കൂ എന്ന് മാത്രമാണ് പറയുന്നത്, നിങ്ങൾ തന്നെ ഉള്ളിൽ പോയി ചോദിക്കും. അങ്ങനെ ഹീറോ ആ റൂമിലേക്ക് ചെല്ലാണ്. ആ അജ്ഞാതനെ കാണുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാൻ ഈ നിമിഷത്തിനായാണ് ഒരുപാട് വർഷങ്ങളായി കാത്തിരുന്നത്. ഹീറോ ചോദിക്കുന്നുണ്ട്, എന്താ പിടിക്കപ്പെട്ടതിന് ശേഷം കഥ പറയുകയാണോ, ഭയമില്ലാത്ത പോലെ അഭിനയിക്കുകയാണോ? ഞാൻ ശരിക്കും ഭയപ്പെടുന്നില്ല, ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ അടുത്ത് വന്ന് പിടികൊടുത്തത്. ഹീറോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, പോലീസ് ഇടുന്ന പ്ലാൻ പോലും എനിക്കറിയില്ലെന്നാണോ? നീ നിന്റെ ആള് ഹൃദേശിനോടൊരു പ്ലാൻ പറയും, അവന്റെ കല്യാണം നിർത്തുന്ന പോലെ എന്തെങ്കിലും ചെയ്യും, കാമുകിയെ അപകടത്തിലാക്ക്, അപ്പോൾ അവളെ തേടി ആ സൈക്കോ വരും, അപ്പോൾ പിടിക്കാമെന്ന പ്ലാൻ. അതനുസരിച്ച് അവനും അഭിനയിക്കും, നിങ്ങളും സസ്പെൻഡ് ചെയ്യുന്ന പോലെ അഭിനയിക്കും, അതറിഞ്ഞ് ഞാൻ വരും, എന്നിട്ട് രാത്രി ആ പെൺകുട്ടിയുടെ വീട്ടിൽ വരുമ്പോൾ എന്നെ പിടിക്കും. ഇതല്ലേ നിങ്ങളുടെ പ്ലാൻ എന്ന് ആ അജ്ഞാതൻ വെളിപ്പെടുത്തുന്നു. ഹീറോ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കൊള്ളാലോ, ഞങ്ങളുടെ പ്ലാൻ നീ അറിഞ്ഞോ? അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ വന്ന് പെട്ടല്ലോ. ശരി, എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഓഫ് ചെയ്യുക. ഞാൻ സത്യം പറയാം. എന്തിനാണ് ഓഫ് ചെയ്യാൻ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ സത്യം പറയുമ്പോൾ അതിൽ നീയും കുടുങ്ങും, കാരണം അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നു. റെക്കോർഡിംഗ് ഓഫ് ചെയ്യുന്നു. എനിക്കൊരു ചായ കുടിച്ചുകൊണ്ട് പറയാം എന്നവൻ പറയുന്നുണ്ട്. ഹീറോ ചായ എടുക്കാൻ പോകുന്നു. പുറത്ത് പുട്ടിൽ ഇവനാണോ ചായ എന്ന് പറഞ്ഞ് ആ ചായയിൽ തുപ്പുന്നു. എന്നാൽ അത് ശ്രദ്ധയോടെ ആ അജ്ഞാതൻ താഴെ ഒഴിച്ച് കളയാണ്. ശരി, ഇപ്പോഴെങ്കിലും പറ, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഹീറോ വീണ്ടും ചോദിക്കുന്നു. നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് പ്രൊഫസറെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയുടെ മുഖം മാറുന്നു. അപ്പോൾ ആ ഇംഗ്ലീഷ് പ്രൊഫസറെ കുറിച്ച് ആ അജ്ഞാതൻ ഒരു കഥ പറയുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോളേജിൽ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ഉണ്ടായിരുന്നു. പ്രായമായ ആളാണ്. എന്നാൽ അതേ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി ആ പ്രൊഫസറെ വൺ സൈഡായി പ്രണയിച്ചിരുന്നു. ഒരു ദിവസം ആ പ്രൊഫസർ കോളേജിലെ ലിഫ്റ്റിൽ വെച്ച് ആ പെൺകുട്ടി പ്രൊഫസറോട് മോശമായി പെരുമാറാൻ വന്നു. എന്നാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ പെൺകുട്ടിയെ അദ്ദേഹം അപമാനിച്ച് പുറത്താക്കി. അതിൽ അവൾക്ക് വലിയ അപമാനം തോന്നി. പ്രൊഫസറോട് പ്രതികാരം ചെയ്യണമെന്ന് അവൾ തീരുമാനിച്ചു. ഒരു ദിവസം ആ പ്രൊഫസറുടെ വീട്ടിലേക്ക് ആ പെൺകുട്ടി വന്നു. എന്നാൽ അന്ന് പ്രൊഫസർ വീട്ടിലില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായ ഞാനാണ് ആ വീടിന്റെ വാതിൽ തുറന്നത്. അങ്ങനെ ഇപ്പോൾ ആ അജ്ഞാതൻ താൻ ആ പ്രൊഫസറുടെ മകനാണെന്ന് പറയുന്നു. ആ പെൺകുട്ടിയോട് ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചു. നിങ്ങളുടെ അച്ഛൻ്റെ ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്, ഒരു ഫയൽ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു, അതെനിക്ക് അത്യാവശ്യമായി വേണം, അതെടുത്തോട്ടെ എന്ന് ചോദിച്ച് ആ പ്രൊഫസറുടെ റൂമിൽ പോയി ഫയൽ തിരയുന്ന പോലെ നിന്നു. അവൾ ഒന്ന് ചുമച്ചപ്പോൾ ഞാൻ വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞാൻ വെള്ളം എടുക്കാൻ പോയ സമയത്ത് അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു കവർ എടുത്ത് ആ പ്രൊഫസറുടെ ടേബിളിൽ വെച്ചു. അതിനുശേഷം ആ പെൺകുട്ടി കൊൽക്കത്ത പോലീസിനെ വിളിച്ച് ആ പ്രൊഫസറുടെ വീട്ടിൽ ചില തെളിവുകളുണ്ടെന്നും പോയി പരിശോധിക്കണമെന്നും പറഞ്ഞു. പോലീസ് വന്ന് ആ ടേബിൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒരുപാട് സ്ത്രീകളുടെ വസ്ത്രങ്ങളും ഈ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കുന്ന തരം സ്റ്റിക്കറുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം കാണിക്കുന്നുണ്ട്, നമ്മുടെ ഹീറോ 12 വർഷം മുമ്പ് ഇതേ പാറ്റേണിൽ അന്ന് കണ്ട സൈക്കോ ഒരുപാട് പെൺകുട്ടികളെ കൊന്ന് ഫോട്ടോ ഫ്രെയിം പോലെ തൂക്കിയിട്ട കേസ് കൊൽക്കത്ത മുഴുവൻ പടർന്നിരുന്നു. ഒരുപാട് നാളായി പോലീസ് കുറ്റവാളികളെ തിരയുകയായിരുന്നു. ഇപ്പോൾ ഈ കോളേജ് പെൺകുട്ടി തന്റെ പ്രൊഫസറോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി പ്രൊഫസറാണ് ആ യഥാർത്ഥ കുറ്റവാളി എന്ന് വരുത്തി തീർക്കാൻ സ്ത്രീകളുടെ വസ്ത്രങ്ങളും ഫോട്ടോ ഫ്രെയിമും അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മേൽ കുറ്റം ചാർത്തി. അത് വിശ്വസിച്ച് നമ്മുടെ ഹീറോ ഒരു ശ്മശാനത്തിൽ വെച്ച് ആ പ്രൊഫസറെ അറസ്റ്റ് ചെയ്തു. 1 വർഷത്തോളം ആ പ്രൊഫസറെ ജയിലിലിട്ടു. അതിനുശേഷം യഥാർത്ഥ കുറ്റവാളി വന്ന് കീഴടങ്ങിയപ്പോൾ പ്രൊഫസറെ റിലീസ് ചെയ്തു. ഈ സംഭവത്തിന് ശേഷം പ്രൊഫസർ പുറത്തിറങ്ങിയെങ്കിലും അപമാനം കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതെ, ആ പ്രൊഫസർ മരിച്ചു. ഇതിൽ അദ്ദേഹത്തിന്റെ മകനായ ഈ അജ്ഞാതൻ മാനസികമായി തകർന്നിരുന്നു.
ഈ എല്ലാ കഥകളും പറഞ്ഞിട്ട് ഇതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അവൻ പറയുന്നു. ഹീറോ ചോദിക്കുന്നുണ്ട്, അറിയാതെ പറ്റിയ ഒരു തെറ്റിന് ഇപ്പോൾ നിരപരാധികളായ പെൺകുട്ടികളെ ഇങ്ങനെ കൊല്ലുന്നത് നിനക്ക് ന്യായമായി തോന്നുന്നുണ്ടോ? ആ ഒരു തെറ്റ് മാത്രമല്ല നടന്നത്. എൻ്റെ അച്ഛൻ ജയിലിൽ പോയി ജീവിതം തകർന്നപ്പോൾ എൻ്റെ വിവാഹവും മുടങ്ങിപ്പോയി. മണ്ഡപം വരെ വന്നിട്ട് എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ പെൺകുട്ടി എന്നെ വേണ്ടെന്ന് പറഞ്ഞു. അതിലും ഒരു കാരണമുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം നീയാണ് ഒരു വ്യാജ വാർത്തയുടെ പേരിൽ എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ജീവിതം തകർത്തത്. അതുകൊണ്ടാണ് നീ കൈകാര്യം ചെയ്ത ആ കേസിൽ നിന്ന് ഇൻസ്പയർ ആയി അതേ പാറ്റേണിൽ ഞാൻ ഇപ്പോൾ പെൺകുട്ടികളെ കൊല്ലുന്നത്. ഇതുവരെ 3 പേരെ കൊന്നു. നസീർ ഭായെ കൂടി ചേർത്താൽ 4 പേർ. ഇപ്പോൾ 5ാമതായി ഒരു പെൺകുട്ടിയെ കൂടി കൊല്ലാൻ പോകുന്നു എന്നവൻ പറയുന്നു. ഹീറോ ഞെട്ടാണ്. നീ ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ കൊല്ലാൻ കഴിയും? ഞാൻ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടാണ് വന്നത്. ഇനി 6 മണിക്കൂറിനുള്ളിൽ ആ പെൺകുട്ടി മരിക്കും. ആ പെൺകുട്ടി ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ മറ്റൊരു ക്ലൂ കൊടുക്കുന്നു. അവരെ ഒരു പെൺകുട്ടി എന്ന് പറയുന്നതിനേക്കാൾ 1.5 പെൺകുട്ടി എന്ന് പറയാം. അത് വെച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ഭാര്യ ഗർഭിണിയായിരുന്നല്ലോ. അവരെയാണ് ഹീറോയുടെ പ്രതികാരം ചെയ്യാൻ ആ അജ്ഞാതൻ തട്ടിക്കൊണ്ടുപോയി ഒരിടത്ത് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. അവർ കുറച്ച് സമയത്തിനുള്ളിൽ മരിക്കും. എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. നീ എന്നെ ഇവിടെ വെച്ച് എന്ത് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ കഴിയില്ല എന്നവൻ പറയുന്നു. ഹീറോ ഭാര്യയെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു. ഇവിടെ ഇരുന്ന് വിളിച്ചാൽ എങ്ങനെയാണ്, പോയി തിരയേ എന്ന് പറഞ്ഞ ആ വ്യക്തി ചിരിക്കുകയാണ്. ഉടൻ ഹീറോ പുറത്തു വന്ന് തന്റെ ടീമിനോട് എല്ലാ സ്ഥലങ്ങളിലും പോയി തിരയേ, എൻ്റെ ഭാര്യ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നലറുന്നു. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഹൃദേശ് പറയുന്നുണ്ട്, സാർ ഞാൻ ഒന്നുകൂടി അവനോട് ചോദിച്ചു നോക്കാം. അവൻ നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. ഞാനൊന്ന് ശ്രമിക്കാം, എനിക്കൊരു 5 മിനിറ്റ് താ എന്ന് പറഞ്ഞ ഹീറോയെ ആ ഗ്ലാസ് റൂമിന് വെളിയിൽ നിർത്തി ഹൃദേശ് ഉള്ളിലേക്ക് വരുന്നു. ഒരു ചായയുമായി വന്ന് ആ അജ്ഞാതന് കൊടുത്തിട്ട് പറയുന്നു, നമുക്ക് തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കാം. ഈ കനിഷ്ക, ആ ഇൻസ്പെക്ടർ എനിക്കും ഒരുപാട് ശല്യം തരുന്നുണ്ട്. എനിക്കും എങ്ങനെയെങ്കിലും ഒരു നല്ല പൊസിഷനിൽ എത്തണം. ഈ കേസ് ഞാൻ സോൾവ് ചെയ്താൽ എൻ്റെ പദവി ഉയരും. അതുപോലെ നിന്റെ അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായ അവനെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാം. ഞാൻ തന്നെ മേലുദ്യോഗസ്ഥരോടും മീഡിയയോടും പറഞ്ഞ് അവന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാം. എന്നെ വിശ്വസിക്ക്. ആ പെൺകുട്ടി എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് മാത്രം എന്നോട് പറ. എന്നാൽ ആ അജ്ഞാതൻ അവിടെ വീണ് കിടന്ന് ചിരിക്കുകയാണ്. എന്താടാ, ഇങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ അഭിനയിച്ചാൽ ഞാൻ പറയുമെന്ന് കരുതിയോ? പോടാ, എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ തന്റെ 2 കാലുകളും ടേബിളിന് മുകളിൽ വെച്ച് അഹങ്കാരത്തോടെ ചിരിക്കുന്നു. അത് പുറത്തു നിന്ന് കാണുന്ന ഹീറോയ്ക്ക് ഒരു സൂചന കിട്ടുന്നു. അതായത് ആ അജ്ഞാതന്റെ ഷൂവിൽ നനഞ്ഞ മണ്ണ് പറ്റിയിട്ടുണ്ട്. അത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ അജ്ഞാതന്റെ അച്ഛനായ ഇംഗ്ലീഷ് പ്രൊഫസറെ ഹീറോ ഒരു ശ്മശാനത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ഭാര്യ അവൻ ശ്മശാനത്തിൽ എവിടെയാണ് വെച്ചിരിക്കുന്നത്, അവിടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. എല്ലാ സ്ഥലവും കുഴിച്ചു നോക്കാം. അവൻ്റെ അച്ഛനെ എവിടെ വെച്ചാണോ ഞാൻ അറസ്റ്റ് ചെയ്തത് അതേ ശ്മശാനത്തിൽ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഹൃദേശിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വേഗത്തിൽ പോകുന്നു. അയ്യോ, പിടിക്കപ്പെട്ടോ എന്നൊരു ഭാവം ആ അജ്ഞാതന്റെ മുഖത്തും വരുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയുടെ ഭാര്യ എവിടെയാണെന്ന് കാണിക്കുന്നത്. അവരെ ഒരു പെട്ടിയിലാക്കി മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോയും ടീമും ആ ശ്മശാനത്തിൽ വന്നിറങ്ങാണ്. അവിടെയുള്ള എല്ലാ കല്ലറകളും കുഴിക്കാൻ പറയുന്നു. പ്രത്യേകിച്ച് നനഞ്ഞ മണ്ണ് എവിടെയാണെന്ന് നോക്ക്, ആ സ്ഥലം കൂടുതൽ കുഴിക്കുക എന്ന് പറയുന്നു. അവർ കുഴിക്കുകയാണ്. ഓരോ സ്ഥലമായി കുഴിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഹൃദേശ് ഒരിടത്ത് കുഴിക്കുമ്പോൾ ഹീറോയുടെ ഭാര്യയുടെ വസ്ത്രം പോലെ എന്തോ കാണുന്നു. സാർ, ഈ ബോക്സ് വന്ന് നോക്ക് എന്ന് പറയുന്നുണ്ട്. കഷ്ടപ്പെട്ട് ആ ബോക്സ് തുറക്കുന്നു. ഭാഗ്യത്തിന് ഹീറോയുടെ ഭാര്യയ്ക്ക് ഒന്നും സംഭവിച്ചിരുന്നില്ല. അവർ രക്ഷപ്പെടുന്നു. ഹീറോ ഭാര്യയെ കെട്ടിപ്പിടിച്ച് കരയാണ്. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഭാര്യയെ അഡ്മിറ്റ് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ പ്രസ് മീഡിയയെ എല്ലാം വിളിച്ച് തുടർച്ചയായി പെൺകുട്ടികളെ കൊന്നുകൊണ്ടിരുന്ന ആ അജ്ഞാതൻ പിടിയിലായി. അവനെ പിടിക്കുന്നതിൽ ഹൃദേശിന് ഒരു പ്രധാന പങ്കുണ്ട് എന്ന് പറയുന്നു. പത്രക്കാർ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് കേട്ടല്ലോ, അവർക്ക് എങ്ങനെയുണ്ട്? അവർ ഹോസ്പിറ്റലാണ്, പേടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി എന്ന് പറഞ്ഞ് ഹീറോ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അപ്പോൾ ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യയെ മാത്രമേ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. അവരുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഹീറോ അവിടെ തകർന്നു പോവാണ്. എങ്കിലും ഭാര്യയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് സമാധാനിക്കുന്നു. ഈ സമയത്ത് പുട്ടുലിനെ കാണിക്കുന്നു. പുട്ടുൽ താൻ പ്രണയിച്ചിരുന്ന ആ സ്ത്രീയോടൊപ്പം ജീവിതം ആരംഭിക്കുന്നു. ഹൃദേശ് താൻ ആഗ്രഹിച്ചതുപോലെ കാമുകിയെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം ചെയ്ത് ജീവിതം തുടങ്ങുന്നു. നമ്മുടെ ഹീറോ തന്റെ ഭാര്യയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. കാലിന് പരിക്കേറ്റതുകൊണ്ട് അവരെ ഒരു വീൽ ചെയറിൽ ഇരുത്തിയാണ് കൊണ്ടുവരുന്നത്. നമുക്ക് കുഞ്ഞില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നസീർ ഭായിയുടെ മകളെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അവൾ ഇവരെ 2 പേരെയും നോക്കി അച്ഛ അമ്മ എന്ന് വിളിക്കുന്നു. ഹീറോയുടെ ഭാര്യ ആ കുട്ടിയെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ നസീർ ഭായിയുടെ മകളെ സ്വന്തം മകളായി ദത്തെടുത്ത് ആ കുട്ടിയോടൊപ്പം ഇവർ 3 പേരും സന്തോഷമായി ജീവിക്കുന്നതായി കാണിക്കുന്നു. അവസാനമായി മുൻപ് അവർ കണ്ട ആ സൈക്കോ, അതായത് ബിരിയാണി ചോദിച്ചവൻ അവന് ബിരിയാണി കിട്ടുന്നതും അവൻ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതുമായ ദൃശ്യത്തോടെ ഈ കഥ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.